ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു റൊമാൻറ്റൈസിങ് ബോറിംഗ് ഡേ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബോറിംഗ് ഡേയിൽ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ടു ഡു പോലെ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോറിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലാൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ടേബിളിൻ്റെ മേലെ ചെറിയ ഡിഫറൻസും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ടു ഡു ലിസ്റ്റ് ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് വാളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വാളിൽ കാണുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ടുഡോയിൽ ഫസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് പ്ലാന്റ്സ് കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ഇൻഡോറിൽ വെക്കാനായതുകൊണ്ട് തന്നെ വല്ലാതെ സൺലൈറ്റൊന്നും കിട്ടാത്ത പ്ലാന്റ്സ് ആവണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നോക്കിയിട്ട് ഈ മണി പ്ലാന്റ് തന്നെയാണ് ഉണ്ടായത്. കാരണം മണി പ്ലാന്റിന് വല്ലാതെ മെയിൻ്റെനൻസ് ആവശ്യമില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് അതന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലേ വെച്ചിട്ടൊരു വാട്ടറിങ് ക്യാൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ മുന്നേ വാങ്ങി വെച്ച ഒരു ക്ലേൻ്റെ കിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ 10 പെയർ ഓഫ് സെറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മഗ്ഗിലാണ് ആ ഒരു ക്യാന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഫറൻസ് എടുത്തതിൻ്റെ പിക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൽ ജോയിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ വല്ലാതെ പണിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെല്ലോ ആൻഡ് ഗ്രീൻ തീമിലാണ് ഇത് കളർ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൽ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മണി പ്ലാന്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം വെള്ളം നിറച്ച് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെള്ളത്തിലാകുമ്പം വല്ലാതെ അത് ഗ്രോ വെക്കത്തില്ല. നമ്മൾ വെച്ച ആ ഒരു സൈസിലായിട്ട് തന്നെ നിന്നോളും. അപ്പം വല്ലാതെ സൈസ് വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ഇടുക. അതേപോലെ തന്നെ അതിൻ്റെ കളർ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നും. റെഫറൻസ് പിക്കിനേക്കാളും കുറച്ച് കുഴപ്പമില്ല അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മഗ്ഗൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു ഷെൽഫിൻ്റെ മേലെയാണ് വെക്കുന്നത്. സ്റ്റഡി ടേബിളിൻ്റെ മേലെ വെച്ചപ്പോൾ എന്തോ ഒരു മാച്ച് കൊടുക്കാത്ത പോലെ തോന്നി. അപ്പോൾ ഇനി ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ടേബിളിൽ എന്തെങ്കിലും ഒരു പ്ലാന്റ് വെക്കണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വലിയ മണി പ്ലാന്റ് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഹാങ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ അതിന് വാട്ടറിങ് ഒക്കെ ചെയ്തിട്ടാണ് ഹാങ് ചെയ്യുന്നത്. കാരണം പിന്നെ അത് ചെയ്യുമ്പോൾ ഇനി ടേബിൾ മേൽ ആവണ്ടെന്ന് വെച്ച് ശരിക്കും ഈ ഒരു പ്ലാന്റ് ഇവിടെ ഹാങ് ചെയ്തിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വീഡിയോയിൽ കാണുന്നേക്കാളും എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു പെൻസിൽ മഗ് എടുത്തിട്ട് ആ ഒരു സ്റ്റാൻഡിൻ്റെ മേലേക്ക് കയറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഷോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ പിന്നെ ക്യാൻഡിലും റാബിറ്റിനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തമായിട്ട് ടേബിളിലും എന്തൊക്കെയോ ഒരു ചേഞ്ച് വന്ന പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോറിംഗ് ഡേ ശരിക്കും ഞാൻ റൊമാൻറ്റൈസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ലാസ്റ്റായിട്ട് ഈ ഒരു ബുക്കും കൂടെ വായിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.